നബിയെക്കുറിച്ച് MM അക്ബർ പ്രസംഗിക്കുന്നത് കേട്ടോളൂ, നേരിൽ കേട്ടോളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. ആരെ സംബന്ധിച്ചാണ് മുസ്ലിമേ ഇത് പറഞ്ഞത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ ഒരു സാധാരണ അറബി പയ്യനാണോ? പീസ് ഇന്റർനാഷണൽ സ്കൂളുമായി ബന്ധപ്പെട്ട കേസിൽ കോഴിക്കോട്ടെ പീസ് ഫൗണ്ടേഷൻ ആസ്ഥാനത്ത് പോലീസിന്റെ റെയ്ഡ്. സ്ഥാപനത്തിന്റെ എംഡിയും പ്രമുഖ മതപണ്ഡിതനുമായ MM അക്ബർ വിദേശത്തേക്ക് രക്ഷപ്പെട്ടതായി പോലീസ് അറിയിച്ചു. കൊച്ചിയിലെ പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ മതവിദ്വേഷം വളർത്തുന്ന പുസ്തകം പഠിപ്പിച്ചതെന്നാണ് കേസ്. കൊച്ചി സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ലാൽജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോഴിക്കോട്ടെ പീസ് ഫൗണ്ടേഷൻ ആസ്ഥാനത്ത് പരിശോധന നടത്തിയത്. കൊച്ചിയിലെ സ്കൂളിലേക്ക് വിവാദ പുസ്തകം തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് MM അക്ബർ ആണെന്ന് പോലീസ് പറഞ്ഞു. ഇത് തെളിയിക്കുന്ന രേഖകളും പിടിച്ചെടുത്തു. MM അക്ബറിനെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ MM അക്ബർ 1 മാസം മുമ്പ് വിദേശത്തേക്ക് പോയതായി പോലീസ് തിരിച്ചറിഞ്ഞു. ഖത്തറിലേക്കാണ് രക്ഷപ്പെട്ടത്. കേസുമായി ബന്ധപ്പെട്ട് പുസ്തക പ്രസാധകരെ മുംബൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇദ്ദേഹം വിദേശത്തേക്ക് പോയത്. ഈ സാഹചര്യത്തിൽ അക്ബറിനെ അടുത്ത ദിവസം തന്നെ പോലീസ് പ്രതി ചേർക്കും. 2 സാധാ പോലീസുകാരാണ്. അവർക്ക് വേണ്ട സാധനങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് കൊടുത്തു. 2 ഡോക്യുമെന്റിന്റെ കോപ്പി, ഫോട്ടോ കോപ്പി. ഫീസ് എന്നുള്ളത് നമ്മൾ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കാണ് നമ്മളുടെ കോപ്പി. പിന്നെ എറണാകുളം സ്കൂളുമായിട്ടുള്ള എഗ്രിമെന്റ് MOU. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. അല്ലാഹു തെരഞ്ഞെടുത്തയച്ച ലോകത്തിന്റെ നേതാവ്, അവന്റെ ഹബീബ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരറബി പയ്യനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അക്ബർ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം അത് മുസ്ലിങ്ങളെ ഇസ്ലാമല്ല, അത് ഇസ്ലാമല്ല. ഓ ക്രിസ്തു സഹോദരന്മാരെ, ഹൈന്ദവ സഹോദരന്മാരെ, ഈ മൗലവിയെ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞങ്ങളെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങളെ മുന്നിൽ വന്നിട്ട് അറബി പയ്യനെന്ന് പറഞ്ഞിട്ട് നിന്ദിക്കുന്ന ഒരു പാർട്ടി, നിന്ദിക്കുന്ന ഒരു നേതൃത്വം, അതും മുറുകെ പിടിച്ച് ജീവിച്ചാൽ ഈമാനോടെ മരിക്കുമോ? നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കൂ സഹോദരാ. ഇതെന്റെ വകയിലല്ലല്ലോ പറയുന്നത്.